ദൈവശക്തിയുള്ളവൻ നട്ടുള്ളവനാണ്. വിശ്വാസം നമുക്ക് നൽകുന്നത് എക്സ്ട്രാ നട്ടല്ലാണ്. കൈയിടിച്ച് കർത്താവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അനുഭവമാണ് സുവിശേഷം. ഇപ്പം കടമുണ്ടാകാം, രോഗമുണ്ടാകാം, പക്ഷെ സുവിശേഷം വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. സുവിശേഷം സാഹചര്യം അനുകൂലമല്ലെങ്കിലും അത് പ്രഘോഷിക്കാനുള്ള വിശ്വാസമെന്ന് പറയണത് അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശനമാണ്. അപ്പം ജെയ്സൺ ഞാൻ പറഞ്ഞ വിശ്വാസം കൈമാറുന്നത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ, പിന്നെ എന്താണ് വിശ്വാസ പ്രകാശനത്തിലൂടെ. വിശ്വാസ പ്രകാശനമാണ് ഇപ്പോൾ ജെയ്സൺ ചെയ്യണത്. എന്താണ് കാര്യം? അവിടെ സാഹചര്യം അനുകൂലമല്ല, പക്ഷെ സ്റ്റിൽ അയാൾ ഓരോ മെഡിക്കൽ കോളേജിനെ വാദിക്കൽ, ഹോസ്പിറ്റൽ വാദിക്കുന്നതുകൊണ്ട് കൃപാസനം പത്രം പറഞ്ഞ് കൊടുക്കുക. അത് അക്രൈസ്തവരാണെന്ന് കണ്ട അദ്ദേഹം കാനായിലെ കല്യാണത്തെക്കുറിച്ചും ഒരു കുടുംബം അന്യം നിന്ന് പോകാൻ പോകുമ്പോൾ തകർച്ച ബാധിക്കുമ്പോൾ അമ്മ എങ്ങനെ മധ്യസ്ഥം വഹിക്കണമെന്നും അമ്മയുടെ മധ്യസ്ഥം എങ്ങനെ യേശു കേൾക്കണമെന്നും എങ്ങനെ കുടുംബം വീണ്ടെടുക്കണമെന്നും ഈ മനുഷ്യൻ പറഞ്ഞ് ആ മനുഷ്യൻ പഠിച്ച് സുവിശേഷം പ്രഘോഷിക്കാൻ കൊടിയ കടത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും ആ മനുഷ്യൻ സുവിശേഷം വിലങ്ങ് വെക്കാത്ത സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിത സാഹചര്യം രോഗങ്ങൾ കൊണ്ടോ കടങ്ങൾ കൊണ്ടോ ജോലിയില്ലായ്മ കൊണ്ടോ കലഹങ്ങൾ കൊണ്ടോ വിവാഹമോചനം കൊണ്ടോ കമ്പനിയുടെ തകർച്ച കൊണ്ടോ ഏത് തകർച്ചയിലാണെങ്കിലും മരണത്തിന്റെ തകർച്ചയെ അതിജീവിച്ചുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുന്ന എന്നിലേക്ക് ഉദ്ധാനത്തിന്റെ ശക്തി അഭിഷേകമായി നൽകണമേ. എല്ലാ സാഹചര്യത്തിലും അനുകൂലമായാലും പ്രതികൂലമായാലും വിശ്വാസ പ്രകാശനമായി സുവിശേഷം പ്രഘോഷിക്കുവാൻ, സുവിശേഷം പ്രാവർത്തികമാക്കുവാൻ, സുവിശേഷം പ്രകാശിപ്പിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇതുകൊണ്ടും തീർന്നില്ല. പുള്ളിക്കാരൻ ആൾക്കാരെ കളക്ട് ചെയ്ത് നാട്ടിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചു. എല്ലാം ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ സമാധാനമൊന്നും ഉണ്ടായിട്ടില്ലേ? പക്ഷെ അങ്ങനെ അഡ്വാൻസ് ചെയ്യണം ദൈവത്തിനെ. അല്ല, നമ്മളിപ്പോൾ ചിലരുണ്ടല്ലോ ഓരോരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്തേച്ചും വന്ന് കമ്പ്യൂട്ടർ അടിച്ചു നോക്കും. ഓഫർ ലെറ്റർ വന്നാന്ന് അടിച്ചു നോക്കത്തില്ലേ? ഓരോ എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ചില ചില്ലറ പരിപാടിയൊക്കെ ചെയ്തേച്ച് ശേഷം വന്നിട്ട് വിസ വന്നത് കമ്പ്യൂട്ടർ അടിച്ചു നോക്കും. അതൊക്കെ ഒരു ഞരമ്പ് രോഗമാണ്. ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി, വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി ചെയ്ത ആൾക്കാർ. അങ്ങനെ നിങ്ങൾ നശിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ
വിലയില്ലാത്ത ആൾക്കാരായിട്ട് ബ്രാൻഡ് ചെയ്യരുത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകത്തില്ല, ദൈവത്തിനല്ല വില, നിങ്ങളുടെ വിസയ്ക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്ന്. എന്തിനാണ് ദൈവത്തിന് പിടി കൊടുക്കണത്? അത് ലോക മണ്ടത്തരങ്ങളാണ്. കുറച്ച് ബുദ്ധി വേണം ദൈവമായിട്ട് ഇടപെടണമെങ്കിൽ. ആ ബ്രാൻഡഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജെയ്സൺ കണ്ടില്ലേ, ബ്രാൻഡഡ് അല്ല, അയാൾക്ക് എന്തുമായിട്ട് അത് എൻ്റെ കടങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവിന് തീരുമാനം ഉണ്ടാകും. എനിക്ക് കിട്ടിയ അഭിഷേകത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമെന്നും പറഞ്ഞ് അദ്ദേഹം ഓരോരോ ദാനങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെ കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷ വേല ചെയ്യാൻ. ഇത് വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പറഞ്ഞു, വിശ്വാസത്തിൻ്റെ പ്രകാശനം പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ധാരണ അധ്യയനിക്കുന്ന ഒരു പുതിയ വഴിയുമായിട്ട് മാതാവ് വരണത്. നമ്മൾ ഞെട്ടിപ്പോവും, കണ്ണ് നിറഞ്ഞു പോവും. എന്താ അമ്മ ചെയ്തെന്നറിയോ? ഈ മനുഷ്യൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് കൈമാറ്റം വന്ന ഒരു കുടുംബപ്പുരയിടമുണ്ട്. അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ ചേട്ടന് കൊടുത്തതാണ് ആ പുരയിടം. ചേട്ടൻ അത് ചേട്ടൻ്റെ മകൾക്ക് കൊടുത്തു. അവളെ വേറെ സ്ഥലത്ത് കെട്ടിച്ചു വിട്ടു. അവരെല്ലാം അമേരിക്ക സെറ്റിൽഡാണ് വർഷങ്ങളായിട്ട്. ഈ പുരയുടെ ഇവിടെ നാട്ടിൽ കിടപ്പുണ്ട്. ഈ പുരയുടെ ചാർജ് അത് തീർ കൊടുത്തതാണ്. ആ പുരയിടം ഗവൺമെൻറ്റിൽ ഈ ടാക്സ് അടക്കാതെ കാലഹരണപ്പെട്ട് ഗവൺമെൻറ് കൈകയറാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആരോ ഇവരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പുരയുടെ മിക്കവാറും സർക്കാർ ഭൂമിയായിട്ട് മിച്ച ഭൂമിയായിട്ട് കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് അവർ ടാക്സ് അടക്കണില്ലല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ, അത് പണ്ട് നടന്ന കാര്യമാണ്, അപ്പം ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞതാണ്, പുരയിടം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മിച്ചഭൂമിയായി പോകുന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ വല്യപ്പൻ കൈമാറ്റം ചെയ്ത ആ വല്യപ്പൻ്റെ മകള് നാട്ടിൽ വന്നിട്ട് ആ പുരയിടം ജെയ്സനും 6 പേർക്കുമായിട്ട് വീതിച്ച് തീർ കൊടുക്കും. അപ്പോൾ ഒരു 36 സെൻറ്റ് അയാൾക്ക് കിട്ടും. 36 സെൻറ്റ് പെട്ടെന്ന് നിൽക്കണം. ഒരു സുപ്രഭാതത്തിൽ 36 സെൻറ്റ് ഇങ്ങനെ പൊങ്ങി വരികയാണ്. ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ട് തന്നെ സംഭവമില്ലേ ദൈവം. എന്നിട്ട് എന്താ അമ്മ ചെയ്തിരിക്കണത്? ജെയ്സൺ എന്താ ചെയ്തിരിക്കുന്നത്? ജെയ്സൺ കൊണ്ട് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഈ 36 സെൻറ്റിലങ്ങോട്ട് തളയ്ക്കും. എന്താ കാര്യം? പുള്ളിക്ക് ജപ്തിയായി വരികയാണ്. അതുകൊണ്ട് ഈ പുരയിടത്തിൽ കൊണ്ട് ഉടമ്പടി ഉപ്പ് വിതറും. ഉപ്പ് വിതറി ഏതാണ്ട് 3 ദിവസത്തിനുള്ളിൽ പുരയിടം കച്ചവടമായി. ഈ 40 ലക്ഷത്തെ കൂടുതൽ അടക്കാനുള്ള കാശ് കിട്ടണമല്ല, ബാങ്കിൽ നിന്ന് 1 ടൈം സെറ്റിൽമെൻറ്റ് വരും. അപ്പോൾ പിന്നെയും പകുതിയായിട്ട് കടം കുറയും. അതായത് ഒരു വിഷയം നോക്കിയ ദൈവം എന്ത് ജെനുവിനായിട്ടാണ് ഒരു മനുഷ്യനെ ഇട്ട് ഉടമ്പടി ടെക്കിട്ട്. ഉടമ്പടിയോട് നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, ജെയ്സന് ഒരു 1.5 വിശ്വസ്തത കാണിച്ചിരിക്കണത്. 1.5 ദൈവത്തിന് വിശ്വസ്തത ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയണത്. അപ്പോൾ ഇവൻ ഒരു ദൈവത്തോട് ഉടമ്പടി വിശ്വസ്തത എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഒരു ബുദ്ധിയിൽ ഒരു പാക്കേജ് കണ്ടുപിടിച്ചിട്ട് ഇവനെ ലിഫ്റ്റ് ചെയ്യണം. അത് വല്ലാത്തൊരു ലിഫ്റ്റിംഗ് ആയിപ്പോയി. അതായത് അത്ര നമ്മളെ ഒന്നും ചിന്തിക്കാത്ത. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിന് നിങ്ങൾ വരച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ദൈവം വരക്കട്ടെ. ദൈവം വരക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ചളന്ന് 36 6:36 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ അല്ലേ? യേശുവേ നന്ദി. ലൂക്ക 6:36-38 ശ്രദ്ധിക്കട്ടെ. ലൂക്ക 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. പറഞ്ഞു, കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കാം. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. ഇതല്ലേ സംഭവം? അതേ ഇപ്പൊ ജെയ്സൺ കൊടുക്കണല്ല, എല്ലാവർക്കും കൊടുക്കണം. ആകാശിലെ കടവാണ്. അപ്പോഴും ആൾക്കാരെ വിളിച്ചു നടത്തി കൊടുത്തുകൊണ്ടിരിക്കുക, ദൈവത്തിന് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈശോ പറയണത്, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ദൈവം തന്നെ എങ്ങനെയാണ്?
അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. കാര്യം വൺ ടൈം സെറ്റിൽമെൻറ്റിൽ കടങ്ങൾ കുറഞ്ഞ്, അതുകൂടാതെ 2 പുരയിടമാണ് കിട്ടിയിരിക്കുന്നത്. 2 പുരയിടം വിട്ട് ഒരു 26 ഒരു 39 സെൻറ്റാണ് വിറ്റ് പോയിരിക്കുന്നത്. അതെല്ലാം പണം പടവടാന്ന് കിട്ടുകയാണ് അത് മനുഷ്യന്. അതിപ്പോൾ ഇത് എത്രയോ വർഷങ്ങളായിട്ട് വിൽക്കാത്ത പുരയിടമൊക്കെ പടയെന്ന് വിറ്റുപോയി. ദൈവം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി ദൈവസ്നേഹത്തോടെ ഉടമ്പടി പ്രയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നിബന്ധനകൾ വിശ്വസ്താപൂർവം ദൈവസ്നേഹത്തോട് ചെയ്യുവാൻ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിശ്വാസത്തെയാണ്. ഇപ്പം നിങ്ങളെ കഥ അറിയാതെ ആട്ടം കണ്ടത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ ശുശ്രൂഷ പോണത്. ഇതിൻ്റെ വിഷയം എന്താണ്? എഫേസ്യസ് 2:8 എന്താണ്? വിശ്വാസം വഴി പറഞ്ഞേ, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ വിശ്വാസം വഴിയാണ് നമുക്ക് ദാനം ലഭിക്കുക എന്ന് നമുക്ക് കണ്ടു. അപ്പൊ വിശ്വാസം വഴി ദാനം എങ്ങനെയാണ് ലഭിക്കണമെന്നാണ് നമ്മൾ പിന്നെ കണ്ടത്. വിശ്വാസം പ്രകാശനത്തിലൂടെയാണ്, വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ. അത്തരം കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, വിശ്വാസപ്രമാണം ചെല്ലുന്നു, പ്രാർത്ഥന ചെല്ലുന്നു. അതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ്. രണ്ടാമത്തെ എന്താണ്? വിശ്വാസ പ്രകാശനമാണ്. ഈ ജേസൺ ചെയ്ത മുഴുവൻ വിശ്വാസ പ്രകാശനം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസ പ്രയോഗമുണ്ട്. അയാളുടെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടുമ്പോഴെന്താ സംഭവം? അത് പ്രയോഗമാണ്. വിശ്വാസം 3-4 തരത്തിലാണ്. ഉടമ്പടി പോലെ ഇത്രയും മനോഹരമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ സമഗ്രത പ്രകാശിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനാ രൂപം ഉണ്ടാകത്തില്ല. ഇത് വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസം പ്രയോഗിക്കുകയാണ്. പ്രഖ്യാപിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, പ്രയോഗിക്കുന്നു. വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രയോഗത്തിൻ്റെ ഏറ്റവും ശക്തമായ ഇപ്പം ബെന്നി ജോസഫ് ബെന്നി എന്ന് പറയുന്നത് സ്ത്രീയാണ് കേട്ടോ. ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ സാക്ഷ്യമുണ്ടായി ഈ ദിവസങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷിയാണ്. ബെന്നി ജോസഫിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ 10-28 കൊല്ലമായിട്ട് അവർ കോട്ടപ്പുറത്തുള്ളതാണ്, കൃഷ്ണൻകോട്ട ഇടവകയാണ്. അവരുടെ പ്രശ്നം നിങ്ങൾ ചിന്തിച്ചാൽ അവിടെയൊക്കെ മുഴുവൻ വെള്ളമാണല്ല. നമ്മൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സ്ഥലങ്ങളാണ് കോട്ടപ്പുറം. പെരിയാറൊക്കെ വന്ന് വീഴുന്ന സ്ഥലമല്ലേ. ഇപ്പം പെരിയാർ പൊങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ വീട്ടിലും വെള്ളം പൊങ്ങി. എത്രയോ സ്ഥലമാണ് വൈപ്പിൻ തൊട്ട് അങ്ങ് ചെറായി വരെയും, ചെറായം കഴിഞ്ഞ് വെള്ളം പൊങ്ങിയില്ലേ, എല്ലാ വീട്ടിലും വെള്ളം കയറി. അപ്പം അതുപോലെ അവരുടെ വീടിൻ്റെ അടുത്ത് കൂടി ഒരു തോട് പോകണ്ടേ, ഒരു തോട്. ഈ തോടിൻ്റെ പ്രശ്നം ഏറ്റവും വരുമ്പോൾ 7 തോടിങ്ങനെ പൊങ്ങുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറമ്പിലേക്ക് വെള്ളം കയറും. തോട്ടിലെ വെള്ളം പറമ്പ്. ഇപ്പോഴത്തെ കാലത്ത് തോടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാ അഴുക്കും ഉണ്ടാകുന്ന വേസ്റ്റ് ഇട്ട സെപ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകണ പോലെയാണ് ഈ തോടൊക്കെ പൊട്ടണത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കാര്യം ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ തോടൊക്കെ എന്ത് മനോഹരമായിരുന്നു, വൃത്തിയായിരുന്നു, മെനയായിരുന്നു. ഇപ്പം എല്ലാം സെപ്റ്റി ടാങ്ക് പോലെ കറുത്തില്ലേ. അതായത് നമ്മുടെ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഒരു പെശകാണ് ശരിക്കും. നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ നമുക്ക് സംസ്കാരം കുറവാണ്. അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളൊക്കെ ഭയങ്കര മലിനീകരണമാണ്. വെള്ളം മാത്രമല്ല, അന്തരീക്ഷവും എല്ലാം. ഇപ്പം
പണ്ടൊക്കെ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, സിഗരറ്റ് കുറ്റിയും അതുപോലെ ബീഡിക്കുറ്റിയും എല്ലാം ഇവിടെ കിടക്കണ കാണാം. സിഗരറ്റ് കുറ്റി, ആൾക്കാർ മുറുക്കാൻ തുപ്പണ. പണ്ട് മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കുറേ ആൾക്കാരിങ്ങനെ സ്ഥിരം തൊഴിലാളി, തുപ്പ് തൊഴിലാളികളായിട്ട് ഇരിപ്പുണ്ടാവും അല്ലെ. കുറേ ബീഡിയൊക്കെ വാങ്ങിച്ച് കുറേ വെറ്റിലൊക്കെ മുറുക്കി. ഇപ്പോൾ ആ കാലം കഴിഞ്ഞ് ഇപ്പം നമ്മൾ വീട്ടിൽ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, കുറേ വെറ്റിലൊക്കെ വെച്ചുകൊണ്ട് മുറുകി തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഗത്തെ കാണുമായിരുന്നു. നമ്മുടെ അപ്പൂപ്പന്മാരാണ്, അവരൊക്കെ മരിച്ചുപോയി. പക്ഷെ മുറുക്കാൻ ഇപ്പം ഇല്ലെങ്കിലും വേറെ തരത്തിലുള്ള വിഷ സംഭവങ്ങൾ ഒത്തിരി പൊതുവെ വന്ന്, അതുപോലെ അതെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ഡംപ് ചെയ്യണത് പ്ലാസ്റ്റിക്കും എല്ലാം ഡംപ് ചെയ്യണ തോട്ടിലാണ്. ഈ തോട് പൊങ്ങിയിട്ട് സെപ്റ്റിക് ടാങ്ക് പൊങ്ങിയ പോലെയുള്ള അവസ്ഥയാണ്. ഇവിടെ വീട്ടിൽ കയറിയ വെള്ളം, മഴ പെയ്ത വെള്ളം വീട്ടിൽ കയറും, പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. 10-20 കൊല്ലമായി ഇതാ ഇവർ കെട്ടിവന്ന കാലം മുതൽ അനുഭവിക്കണതാണ്. ഇവർ വിശ്വാസം പ്രയോഗിക്കണ ഈ ബെന്നി ജോസഫ് വിശ്വാസം പ്രയോഗിക്കണ ഇവർക്കെന്താ ഇനി ഒരു മാർഗമില്ല. ഇത് അവരൊരു പ്രൈവറ്റ് തോടാണ്. പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷ വെക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ അത് ചെയ്യാനില്ല, ഇത് ഒരു ജന്മിയുടേതാണ്, പ്രൈവറ്റ് തോടാണെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യാൻ, സഹിക്കാതെ ഇരിക്കാൻ പറ്റും. നിങ്ങളവിടെ നിന്ന് വിറ്റിട്ട് പോകാൻ നോക്കാൻ പറയും. അതൊക്കെയാണ് മനുഷ്യമായിട്ടുള്ള പരിഹാരം, അതാണ് അവർ പറയണത്. പക്ഷേ ദൈവത്തിൻ്റെ പരിഹാരങ്ങൾ കേൾക്കണ രസമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഉടമ്പടി ചെയ്യുമ്പോൾ ബെന്നി ജോസഫ് എന്താ ചെയ്യണത്? അമ്മേ, ഞാൻ കെട്ടിവന്ന കാലം തൊട്ട് ഈ സെപ്റ്റിക് ടാങ്ക് പൊങ്ങി വന്ന് തോട് മുഴുവൻ പൊങ്ങി എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ മക്കൾ വളമൊക്കെ കടിച്ച് വല്ലാത്ത പ്രാകൃതം പിടിച്ച ജീവിതമാണ്. ഞങ്ങളീ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റണേ. അതാണ് ഉടമ്പടി. ഇത് ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ ചെയ്യണത്? ഈ ഉപ്പ് വാങ്ങിച്ച് വിശ്വാസ പ്രമാണം ചെയ്യും. ഞാൻ ഉടമ്പടി വിശ്വാസ പ്രയോഗത്തെക്കുറിച്ചാണ് പറയണത്. നിങ്ങളവർക്ക് എന്താ ഉടമ്പടി എന്താ ഉപ്പ ഇതെന്നെ കൂടോത്രമൊന്നുമല്ല. അത് വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. പ്രഖ്യാപനമുണ്ട്, പ്രകാശനമുണ്ട്, പ്രയോഗമുണ്ട്. ബെന്നി ജോസഫിൻ്റെ അത് പ്രയോഗമാണ്. ആ പ്രയോഗം ഈ ഉപ്പ് കൊണ്ടുപോയി ഇവർ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ആദ്യം പ്രഖ്യാപിക്കും, ഈ തോട്ടിലോട്ടിടും. തോട്ടിടുമ്പോൾ നിങ്ങളവർക്കും തോടറിനെ പറ്റുമെന്ന്. അങ്ങനെയില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുക. പഞ്ചായത്ത് എന്ന് വെച്ചാൽ എന്താ അവർ പറയണത്, ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി നിങ്ങളുടെ വിഷയമാണ് ഡിസ്കസ് ചെയ്തത്, നിങ്ങൾ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നീക്കി വച്ചിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം കൊണ്ട് നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടത്തില്ല. അപ്പം ഞങ്ങൾ ബ്ലോക്കിൽ അതിനു വേണ്ടി വേറൊരു അപേക്ഷ വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അപേക്ഷ ബ്ലോക്കിൽ വെച്ച്. അപ്പോൾ അടുത്ത ആഴ്ച പറഞ്ഞ് ബ്ലോക്കിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞു. നോക്കിയേ, ഒരു കഥപണ പോക്ക് കണ്ടില്ലേ? ഒരു ഉപ്പെറിഞ്ഞ സംഭവമാണ്. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം. വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. കർത്താവ് എല്ലാ അധികാര സ്ഥാനങ്ങളെയും ചലിപ്പിക്കും. വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പിൽ അധികാര സ്ഥാനങ്ങൾ ഞെട്ടിവിറക്കണ പോലെയുള്ള ഒരു വിറക്കലാണ്. പെട്ട ഇളകല്ലമേ. ഇവർക്ക് 10 ലക്ഷം രൂപ അനുവദിക്കും. എന്താണെന്നറിയാമോ? ഇവരുടെ ഈ ഒഴുക്ക് ഈ തോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊരു കാണ കിട്ടും 10 ലക്ഷം രൂപയ്ക്ക്. അതോടുകൂടി തോട് പറ്റിപ്പോവും. ക്ലിയർ, തീർന്ന്, പ്രശ്നം തീർന്നു. സിമ്പിൾ. 20 കൊല്ലമായിട്ടുള്ള പ്രശ്നമാണ്. വിശ്വാസം അതായത് എത്രയോ പേര് ഉടമ്പടി എടുക്കുന്നു. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് വളരെ ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളെ ഇവിടെ ഇടത്തുള്ളൂ? അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്നതിന് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, മാസ്റ്റർ ഫെയ്ത്ത് വേണം. കാര്യം നമുക്കറിയാമല്ലോ, വിശ്വാസം പോലെ തന്നെ അത് ഒറ്റകൈ പ്രയോഗമാണ്. കാര്യം വേറെ ഒരു മാർഗം അവരുടെ മനസ്സിലില്ല, ചിന്തയിലുമില്ല. 20 കൊല്ലം അനുഭവിക്കുന്നതാണ്. ദൈവം അവരെ വീണ്ടെടുക്കുന്ന രീതി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഇതുപോലുള്ള വിശ്വാസ പ്രയോഗങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓൺലൈൻ ധ്യാനം കേൾക്കുന്നവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എല്ലാവർക്കും ഉടമ്പടി അടയാളം നൽകണമേ. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രയോഗത്തിൽ വരുത്തുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഉപ്പൊക്കെ വിതറുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അതൊക്കെ എന്തോ ഈ വേറെ മന്ത്രതന്ത്രങ്ങളും കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യണമല്ലേ. നിങ്ങൾക്ക് അതായത് അത് അവരുടെ വിഷയം വേറെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ബൈബിൾ ഉടമ്പടിയുമായിട്ട് ഉപ്പ് എങ്ങനെയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ഉടമ്പടിയിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഉപ്പ്, വെഞ്ചരിച്ച ഉപ്പ്. അതിൻ്റെ പ്രയോഗമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം? ഉടമ്പടിയുടെ അടയാളമാണ് ബൈബിളിൽ ഉപ്പെന്ന് പറയണത്. ഉടമ്പടി ഇല്ലാത്ത ഒരു നേർച്ച വസ്തുവും ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. തേനൊന്നും ഉടമ്പടിയിലില്ല, അത് നിങ്ങൾ ഉടമ്പടി ഭാഗമായൊക്കെ നിങ്ങൾക്ക് തരണില്ല. പക്ഷേ ഉപ്പ് ഉടമ്പടിയുടെ ഭാഗമാണ്. അത് ഉടമ്പടി ചെയ്തതിൻ്റെ അടയാളമാണ് ഉപ്പ്. അത് നീക്കിക്കളയരുതെന്നാണ് ബൈബിൾ പറയണത്. ഒരു വസ്തു ഉടമ്പടിയുടെ ഭാഗമാണെങ്കിൽ അതിൻ്റെ ഉപ്പ് തളിക്കപ്പെടണം. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുതെന്ന് ബൈബിൾ കർശനമായിട്ട് പറയണത്. ഇപ്പം ലെവയ പുസ്തകമില്ലേ, ലെവയ 2:13 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലേവ്യർ 2:13. ലേവ്യർ 2:13 ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. അപ്പൊ ദൈവത്തിന് അർപ്പിക്കുന്ന ആ ഉടമ്പടിയിൽ അത് ദൈവത്തിൻ്റെതാണെന്ന് മുദ്ര ചാർത്തുന്ന അടയാളപ്പെടുത്തുന്ന ഉപ്പാണ്. അപ്പം നമ്മൾ ആ ഉപ്പ് തന്നെയാണ് പ്രയോഗിക്കുന്നത്. അത് വിശ്വാസ പ്രമാണം ശരിയാണ് പ്രയോഗിക്കുന്നത്. കാര്യം എന്താണ്? എൻ്റെ ഉടമ്പടി പ്രകാരം എൻ്റെ മെരിട്ട് തീർന്നിരിക്കുകയാണ്. ഇനി നിൻ്റെ ഗ്രേസേ ഉള്ളൂ. എനിക്ക് നീയാണ് എൻ്റെ അവസാനത്തെ ആശ്രയം. അതുകൊണ്ട് ആ ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ടാണ്, വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്, അതാണ് വിശ്വാസ പ്രയോഗമെന്ന് പറയുന്നത്. വിശ്വാസം നമുക്ക് കൈമാറുന്നത് വിശ്വാസ പ്രകാശനമുണ്ട്, വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രയോഗമുണ്ട്. ആ ഉടമ്പടിയുടെ ഉപ്പ് അത് ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾക്കാണ് ഈ 90 ദിവസം. അത് ഒബേദ് ഹെരോദിൻ്റെ വീട്ടിൽ ഉടമ്പടി ഇരുന്ന ദിവസവും അയാൾക്ക് അനുഗ്രഹം ലഭിച്ച 90 ദിവസമാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി അങ്ങനെ ഒരു 90 ദിവസം അങ്ങോട്ട് ഇല്ല. ശാശ്വതമാണ്. നീ ഇപ്പോൾ ഉടമ്പടി ഉഴപ്പിയാലും ശരി, ഉടമ്പടി വീണ് പോയാലും ശരി, നിൻ്റെ ഉടമ്പടി ദൈവത്തിൻ്റെ കയ്യിലുണ്ടാകും. അത് കാര്യം ദൈവത്തിന് മരണമില്ലല്ലോ. ഒരു ഇൻറ്റേറിയം പീരീഡിലായിട്ടല്ല ദൈവം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി നിത്യമാണ്. അതുകൊണ്ട് നീ വിശ്വസ്തത കുറവ് കാണിച്ചാലും ദൈവം വിശ്വസ്തനായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ശാശ്വതമായ ബന്ധമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 13:15. 2 ദിനവൃത്താന്തം 13:5. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 13:5. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ലവണ ഉടമ്പടിയാൽ, ഉപ്പ് വന്നിരിക്കണ്ട, ലവണ ഉടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ലവണ ഉടമ്പടിയുടെ പ്രത്യേകത, ഉടമ്പടിയുടെ അടയാളമാണ് ഉപ്പ്. ആ ഉപ്പിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്?
ശാശ്വതമായ ബന്ധമാണെന്നാണ്. ശാശ്വതമായ ബന്ധം അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളവർക്ക് നിങ്ങൾ ഉടമ്പടി വീണ് പോയാൽ പിന്നെ അയ്യോ ഞാൻ ചില പറയും ഞാൻ ഉടമ്പടി ചെയ്യത്തില്ല, എന്താ കാര്യം? അത് വീണ് പോകും. വീട്ട മക്കളെ, കർത്താവിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഉടമ്പടി ഭദ്രമായിരിക്കും. കാര്യം എന്താണ്? ദൈവത്തിന് ഉടമ്പടി ശാശ്വതമാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈം കഴിയുമ്പോൾ തിരിച്ചു വന്നാലും കർത്താവ് ആ വിഷയം ടേക്കപ്പ് ചെയ്യും. കാര്യം എന്താ പറയുക, ഇതറിയണമെങ്കിൽ നിങ്ങൾ കാര്യം ഈ ദിവസം നടന്നൊരു ഷോണിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മതി. വൈക്കത്തുനിന്ന് ഷോൺ എന്ന് പറഞ്ഞൊരു മകൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരൊരു കമ്പനി ഡയറക്ടറാണ്. അവരുടെ ഭർത്താവ് പണ്ട് അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ, പണ്ട് കൃപാസനത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന, നമുക്കെതിരെ വരുന്ന ട്രോളൊക്കെ ഫേസ്ബുക്കിൽ ഒക്കെ ഷെയർ ചെയ്തിരുന്ന ആളാണ്. ഇത് കള്ളത്തരമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ ആക്രമിച്ചിരുന്ന ഒരാളാണ്. അയാൾക്ക് വിശ്വാസം കുറവാണ്. പിന്നെ മദ്യപാന പ്രവണതകളും ആസക്തികളും കൊണ്ട് പല വിഷയം. ഇപ്പം കമ്പനിക്ക് ഇവർക്ക് 40-20 ലക്ഷം കടവുമായി. ഇവർക്കാർ ലോണ് കൊടുക്കണില്ല. കാര്യം ഇവർ കമ്പനിയുടെ ഡയറക്ടറായത് കാരണം ഒരു ലോണ് കിട്ടണില്ല. അപ്പം അങ്ങനെ ബാങ്ക് ലോൺ അനുവദിക്കണില്ല, കടവുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇവർ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഭർത്താവും ഭാര്യയും കൂടിയാണ് വന്ന് ഉടമ്പടി എടുക്കാൻ വരണത്. അപ്പോൾ വന്ന് ഇവിടെ മുട്ടുകുത്തുമ്പോൾ ഒരു കൊച്ച് ഇവിടെ മുട്ടുകുത്തുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോൺ ഭർത്താവിന് പറയും, കൊച്ച് നേരത്തെ കേടാ, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടല്ലേ, എന്തിനാ മുട്ടുകുത്തണത്? അപ്പോൾ ചില ആൾക്കാർക്ക് മുട്ടുകുത്താൻ പാടല്ലേ. അപ്പം അതുകൊണ്ട് ചിലർ മുട്ടുകുത്തിയാൽ പ്രാർത്ഥന ഉള്ളോ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. ഈ മുട്ടുകുത്തണത് എഴുന്നേക്കുന്നവർക്ക് എന്താ കഥയിരിക്കണത്, ഈ എവിടെയെങ്കിലും ഇരുന്ന് മനുഷ്യരല്ലേ പ്രാർത്ഥിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ള. അതുകൊണ്ട് ഭാര്യയോട് ഭർത്താവ് പറയും, ഈ കൊച്ചിന് എന്നാത്തിൻ്റെ കേടാ, അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലേന്ന്. അത് കൊച്ചിവിടെ ഇരിക്കണം, അവരവിടെ നിന്ന് പതുക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവരെഴുന്നേറ്റ് പോകുമ്പോൾ ഈ കൊച്ചു പുറകെ പോകും. കൊച്ചു ചെന്നിട്ടും പറഞ്ഞു, ചേച്ചി എന്തിനാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത്? അപ്പോൾ എൻ്റെ കമ്പനിയിലെ കടമാണെന്ന് പറയും. അപ്പോൾ പറയും, ചേച്ചി ഇന്ന് മുതൽ ചേച്ചി അമ്മയുടെ അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും. ഒരു കാര്യം കൂടെ പോക്കുണ്ടില്ല. ഇന്ന് മുതൽ ഇവർ ഇത്രയും അകലമുണ്ട്. പതുക്കെ പറഞ്ഞ കാര്യം ഇവൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവനെ മാതാവ് പറഞ്ഞ് വിടുകയാണ് ഇന്ന് മുതൽ. കാര്യം അവർക്ക് വിശ്വാസം കുറവല്ലേ. അപ്പോൾ ഇന്ന് മുതൽ ചേച്ചി അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും. പിന്നെ അടയാളങ്ങൾ ഇങ്ങനെ വരണത് കാണാം. ഇപ്പം ഈ ജീവിത പങ്കാളികൾ എന്താ ചെയ്യണത്? എല്ലാ ആഴ്ചയിലും കൃപാസന്ധ്യ വരും എല്ലാ ദിവസവും. പക്ഷേ പെട്ടെന്ന് ഇവരുടെ കടങ്ങളെല്ലാം ബാങ്കിൽ നിന്ന് വിളിച്ചു, ഇവർക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പേഴ്സണൽ ലോൺ അനുവദിച്ചതോടുകൂടി ഇവിടെ കടങ്ങളെല്ലാം അവസാനിച്ചു പെട്ടെന്ന്. അപ്പോൾ അടയാളം അവർ കൊച്ചു പറഞ്ഞ് ശരിയാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ അടയാളം കാണിച്ചുകൊണ്ടിരിക്കും. ഭർത്താവിനും അടയാളം കിട്ടി, അയാളുടെ മദ്യപാനമൊക്കെ അയാൾ അവസാനിപ്പിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് വിശ്വാസം കിട്ടി, അടയാളം കിട്ടി, മദ്യപാനം അവസാനിപ്പിച്ചു, ഇവരുടെ തന്നെ കടങ്ങളെ പരിഹരിച്ചു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയിലും വരാൻ തുടങ്ങി. പക്ഷേ ഷോണിൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച അതല്ല സംഭവം. ഷോൺ ഒരിക്കൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോണ പ്രാർത്ഥിയാണ്. അപ്പം അങ്ങനെ ഒത്തിരി പേരുണ്ട്. രാവിലെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷേ ഒരു ദിവസം ഇവർ കഴിഞ്ഞ ഒരു മാസമാണെന്ന് പറഞ്ഞു, ഒരു ദിവസം ഇവർ പെട്ടെന്ന് ഷോൺ എഴുന്നേറ്റിട്ട് ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് ഉടനെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വൈക്കത്തുകാരാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞ്, എന്നാ മെഡിക്കൽ കോളേജ് വണ്ടാനത്ത് എന്തുമാത്രം ദൂരമുണ്ടെന്ന് നിനക്കറിയാവോ? 10-20 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അവർ വൈക്കത്തുനിന്ന് ആയത് കാരണം അങ്ങോട്ടല്ല പിന്നെ പോകണം, പിന്നെ തിരിച്ചു വരണ്ടേ. അപ്പോൾ അത് പറ്റത്തില്ല, നമുക്ക് പോകണമെന്ന് പറയും. പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ അവർക്ക് കാറുള്ളവരാണ്. കാറിൽ കയറി അവർ എന്തിന് ഇവർക്ക് പത്രം കൊടുക്കണം. അതാണ് മാതാവ് ഇവിടെ ഇരുന്നപ്പോൾ പത്രം കൊടുക്കാനും കാണിച്ചു. അപ്പം അങ്ങനെ പത്രം കൊടുക്കാൻ വേണ്ടി വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. അവിടെ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഒരു ചേടത്തി
അവിടെ ഇരിപ്പുണ്ട് വാദിക്ക്. കുറേ ആൾക്കാരൊക്കെ ഇവർക്ക് പത്രം കൊടുത്തിട്ട് ചേർത്തിട്ട് വരും. ചേർത്തിട്ട് വരുമ്പോൾ പത്രം കൊടുക്കും ചേർത്തിക്ക്. പത്രം കൊടുക്കുമ്പോൾ ഷോണി പത്രം കൊടുക്കുമ്പോൾ ചേർത്തിക്ക് പറയും. ചേർത്തി പറയും, ഈ പത്രം ഞാൻ കുറേ വായിച്ചതാണ്, ഇതാണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടും തന്നതെന്ന് പറയും. അപ്പോൾ ഷോൺ ഉടമ്പടിയെക്കുറിച്ച് പറയും. അപ്പോൾ ആ ചേർത്തി പറയും, ഞാൻ അവിടെ ഉടമ്പടി എടുത്തതാണ് 1 കൊല്ലത്ത് മുമ്പ്, എനിക്ക് പുതുക്കാനൊന്നും ഒത്തില്ല എന്ന് പറയും. എൻ്റെ ഭർത്താവ് ആശുപത്രിയിലാണ്. അപ്പോൾ ഷോൺ ചോദിക്കും, എന്താ ഇവിടെ വന്നത്? ഭർത്താവ് ആശുപത്രിയിലാണെന്ന് പറയും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവർ 1 കൊല്ലം 2 കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്ത പാർട്ടിയാണെങ്കിലും ഉടമ്പടി പുതുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും അവിടെ ക്ലേശങ്ങൾക്ക് അറുതിയൊന്നും ഇല്ലെങ്കിലും ഇവരെന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷോൺ നോക്കുമ്പോൾ ഈ പഴയ ആ 2 കൊല്ലം നമ്മൾ ഉടമ്പടി കാശിന് ഇവർ തിരുമ്മി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ വിശ്വാസ പ്രമാണം ചൊല്ലി എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ഭർത്താവിന് മരുന്ന് മേടിക്കാൻ 3 പ്രാവശ്യം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കടം കൊടുത്തതാണ്. ഇനി കൊടുക്കത്തില്ല, ഇനി അയാളവിടെ കിടക്കാണ്ട് മാസങ്ങളായി, ഇനി കടം കൊടുക്കത്തില്ല. ഇനി കിട്ടണമെങ്കിൽ ഓണർ പറയണമെന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷോണിൻ്റെ അടുത്ത് ഇവർ ചോദിക്കുമ്പോഴാണ് ഈ വിഷയം അറിയണത്. പിന്നെ ഷോൺ പോയി ഇവരെയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആവശ്യമായ എല്ലാ മരുന്നും വാങ്ങിച്ചു കൊടുക്കും, സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്യും. പക്ഷെ അതല്ല, 2 കൊല്ലത്തിന് മുമ്പ് മുടങ്ങിപ്പോയൊരു ഉടമ്പടിയാണ്. പക്ഷേ ദൈവം അവരുടമ്പടി പിന്നെ പുതുക്കിയിട്ടില്ല. പക്ഷെ ആ ഉടമ്പടി കാശിലും വെച്ചുകൊണ്ട് അവർക്ക് അത്യാഹിതം വന്നപ്പോൾ അത് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അത് തിരുമ്മി അവർ വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുമലാണ് മാതാവ് ഇവരെ പൊക്കി വിടാൻ കാര്യം. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്കുടമ്പടിയെക്കുറിച്ചൊരു ലെവലേശങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ദൈവത്തിന് 100% നിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഉടമ്പടി വീണ് പോയവർ ആരും പേടിക്കരുത്. നേരെ തിരിച്ചു വരിക, നിങ്ങൾക്ക് പറ്റണ പോലെ ഉടമ്പടി പാച്ചപ്പ് ചെയ്യുക. ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് 2 തിമോത്തി 2:13 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 2 തിമോത്തി 2:13 പറഞ്ഞേ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും കേൾക്കട്ടെ, പറഞ്ഞേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഉടമ്പടി നിങ്ങൾക്കറിയാവോ? ഒന്നുകൂടെ പറഞ്ഞ ആ വചനം ഒന്നുകൂടെ വായിച്ചേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. നമ്മൾ അവിശ്വസ്തരായിരുന്നു. 2 തിമോത്തി 2:13 എന്താ പറഞ്ഞത്? നമ്മൾ ഉടമ്പടിക്ക് അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. കാരണം എന്താണ്? തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. എന്നുവെച്ചാൽ ഉടമ്പടിയെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പം നീ ഉടമ്പടിയെ നിഷേധിക്കാനോ അത് പൂർത്തിയാക്കാൻ നിനക്ക് പറ്റില്ലെങ്കിലും നിന്റെ ഉടമ്പടിയെ ദൈവം നിഷേധിച്ചിട്ടില്ല. ഇപ്പോഴും കൈയടിച്ച് ഉടമ്പടിയിലൂടെ ശാശ്വതമായ സ്നേഹം കാട്ടുന്ന അവിടുത്തെ സ്നേഹത്തെ നന്ദി പറയുന്നു. ഈശോയെ, ഉടമ്പടി നിബന്ധനകള് കൂടുതൽ വിശ്വസ്തയോടെ പാലിക്കുവാൻ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയുടെ ഉപ്പിനെ കുറിച്ചും
ദൈവത്തെ അവകാശമായി കിട്ടുന്നതിനെക്കുറിച്ചും പറയുന്നത് സംഖ്യ 18:19. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സംഖ്യ 18:19. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സംഖ്യ 18:19. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അപ്പൊ നിരാഞ്ജനമായി സമീപിക്കുന്നത് കവനന്റ് ഓഫ് സാൾട്ട് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൽ എഴുതിയിരിക്കണേ, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്. അതാണ് ഉടമ്പടി ഉപ്പിൻ്റെ പ്രത്യേകത. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ദൈവത്തിന് അവകാശപ്പെട്ടത് അഹറോന് അവകാശപ്പെട്ടതാണ്. അതാണ് 18:20 പറയുന്നത്. സംഖ്യ 18:20. ശ്രദ്ധിക്കട്ടെ. 18:20. കർത്താവ് അഹറോനോട് അരുളി ചെയ്തു. ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. എൻ്റെ മക്കളെ ഒന്ന് നോക്കിയേ, ഉപ്പ് പോണ പോക്കുണ്ടല്ലേ. അതായത് ഉപ്പ് പ്രയോഗിക്കുന്നവർ, നമ്മൾ വിശ്വാസ പ്രയോഗമാണ് നമ്മുടെ വിഷയം. ഉപ്പ് പ്രയോഗിക്കുന്നവർ എന്താ പറയണത്? കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി. ദാറ്റ് മീൻസ് അത് തന്നെയാണ് നമ്മൾ പറയണത്. അത് തന്നെ, ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്. നമ്മൾ സങ്കീർത്തനം വായിക്കത്തില്ലേ? സങ്കീർത്തനം 16:5 വായിച്ച് ശ്രദ്ധിക്കട്ടെ. സങ്കീർത്തനം 16:5. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അപ്പൊ എൻ്റെ ഓഹരി കർത്താവാണ്. എനിക്ക് വേറെ ഓഹരിയൊന്നുമില്ല, എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ലെന്നാണ് പറയണത്. എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ല. ആ ബെന്നി ജോസഫ് ഉപ്പ് വിതറുമ്പോൾ പറയണതാണ്, എൻ്റെ ഓഹരി കർത്താവാണ്. കർത്താവിന് ഇടപെട്ടാൽ മാത്രമേ ഇതിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. ജെയ്സൺ വർക്ക് ചെയ്യുമ്പോഴും ജെയ്സനും പറഞ്ഞത് എന്താണ്? ജെയ്സൺ തോമസും പറയുന്നതിൻ്റെ എന്താ പറയണത്? എനിക്ക് ഈ കമ്പനിയിൽ 1 കോടി രൂപ ശമ്പളമുള്ള ആൾക്കാർ നിൽക്കുന്നുള്ള കാലം കമ്പനി രക്ഷപ്പെടത്തില്ല. എനിക്കാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ടുമില്ല. എനിക്കിത് നീ മാത്രമേ ഉള്ളൂ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനാണ് ഈ സംഭവം. ഉപ്പ് പറയണ ഉപ്പൊരു പ്രതീകമാണ്. എഫെസ്യസ് 2:8 പ്രതീകമാണ്. എന്താണ്? എൻ്റെ ഓഹരി കർത്താവാണ്. അതാണ് സംഖ്യ 18:20 പറയണത്. ഇസ്രായേലിൽ നിനക്ക് വേറെ ഓഹരിയില്ല. മാനുഷികമായിട്ട് ബുദ്ധിയോ ശക്തിയോ മറ്റു മാർഗങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനാണ് നിൻ്റെ ഓഹരി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. തമ്മിൽ ലിങ്ക്ഡാണ്. സംഖ്യ 18:20 എഫെസ്യസ് 2:8 തമ്മിൽ വിശ്വാസ പ്രയോഗത്തിൽ ഒരേ അനുഭവമാണ്. വൺ ആൻഡ് സെയിം എക്സ്പീരിയൻസ് ഓഫ് ഗാഡ് ത്രൂ ദ മീഡിയം ഓഫ് ദി സാൾട്ടിങ്. സാൾട്ടിങ് എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രയോഗമാണ്. പക്ഷെ പ്രയോഗിക്കുന്നവരെ സത്യസന്ധമായിട്ട് പ്രയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് അഥീന സെലിൻ, USA ഡോക്ടറാണ്. അഥീന സെലിൻ USA ഡോക്ടറാണ്. അപ്പോൾ സെലിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാക്ഷ്യത്തിൻ്റെ റാങ്കിങ് കണ്ടില്ലേ? സെലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ട്രബിളിനാണ്. കാര്യം ഇവൾ ദന്തിസ്റ്റാണ്. അപ്പോൾ ഈ ദന്തിസ്റ്റ് ആകുമ്പോൾ ദന്തിസ്റ്റായിട്ട് ഇവിടുത്തെ പഠനങ്ങളെല്ലാം പൂർത്തിയായിട്ട് അമേരിക്കയിൽ ദന്തിസ്റ്റ് ജോലിക്ക് വേണ്ടി ഇവർ ഭർത്താവിൻ്റെ കൂടെ അമേരിക്കയിൽ പോയി. പക്ഷേ
ആൾക്കാർ പറഞ്ഞത് മണ്ടത്തരമാണ്. ഡെന്റിസ്ട്രി ആരും എടുക്കാത്ത ഒരു സിലബസാണ്. വല്ല നേഴ്സാ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും, കഞ്ഞി വെച്ച് പോകാം. ഡെന്റിസ്ട്രിയും കൊണ്ടിരുന്ന് എന്ത് കാണിക്കാനാണ്? അമേരിക്ക ഒത്തിരി ഡെവലപ്ഡ് കൺട്രിയാണ്, അവിടെ പറ്റത്തില്ലെന്ന് പറയും. അത് അധീന നോക്കുമ്പോൾ ശരിയാണ്. അമേരിക്ക കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർ സൈറ്റിൽ നോക്കിയപ്പോൾ എന്താ പറയണത്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവർ വളരെ വളരെ ആഘോഷമായിട്ട് വിളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ വരത്തന്മാരെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവർ അമേരിക്കൻസിൻ്റെ ഒക്കെ രീതി അതാണ്. നമ്മളെ വരത്തെന്ന് അവർ നേരിട്ട് വിളിക്കത്തില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പിന്നെ 250 സീറ്റേ ഉള്ളൂ, ബാക്കി എല്ലാ സീറ്റും അവർക്കാണ്. 250 സീറ്റാണ് ഉള്ളത്. അതിൽ നിന്ന് ഇവൾക്ക് ഡെന്റിസ്ട്രിയിൽ സീറ്റ് വേണം. പക്ഷേ ഇവർക്ക് ബേസിക്സാണ് ഉള്ളത്. അതിനൊക്കെ ബേസിക്സേ ഉള്ളൂ ഡെന്റിസ്ട്രിയുടെ. നമ്മുടെ പഠനങ്ങളാണ് ഉള്ളത്. അവിടെ ഇതിന് 250 സീറ്റിന് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള, അതുപോലെ തന്നെ മറ്റ് ഫിലിപ്പൈൻസ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള 130 പേര് വരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം ആപ്ലിക്കേഷൻ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം സ്പെഷ്യലിസ്റ്റുകളാണ്. അതാത് രാജ്യങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി MD ഡിഗ്രി ഉള്ളവരാണ് വന്ന് ഇവർ ബേസിക്സാണ്. അവർ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക പരീക്ഷ ഉണ്ട്, ഇത് എൻട്രൻസ് കിട്ടാണ്. ആ പരീക്ഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ അവർ കൺഫ്രണ്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം MD ആൻഡ് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റും ഗ്രാജുവേറ്റ്സുകളൊക്കെയാണ്. ഇവർക്ക് ബേസിക്സേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ബേസിക്സ് ഇവരെന്താ ചെയ്യണത്? ഇവർ പറയണത് എനിക്ക് ആപ്പടെ ആസ്തി ഉടമ്പടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സംഖ്യ 18:20 ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, ലോകത്തിൻ്റെ ഡിഗ്രി ഒന്നുമില്ല നിനക്ക്. അതിന് ഇവർക്ക് കയറി പറ്റാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു മെറിറ്റ് ഇവർക്കില്ല. അതാണ് ഈ മെറിറ്റെന്ന് പറയണത്. മെറിറ്റില്ല ഇവർക്ക്. ഇവരെന്ത് ചെയ്യും? ഇവർ ഇൻ്റർവ്യൂ ബോർഡിനെ വാങ്ങിക്കൊണ്ട് ഉപ്പ് വിതറും. ആ സാക്ഷി നിങ്ങൾ കേൾക്കാം. ഓരോരുത്തർ ഈ കാലത്ത് ഡോക്ടർമാരായാലും ആരായാലും അവർക്ക് സത്യം അറിയുന്നവരത് എങ്ങനത്തെ പ്രയോഗിക്കണം എന്നറിയാം. അവർ പറയുന്നത് എന്താണ്? കർത്താവേ, എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഞാൻ കൺഫ്രണ്ട് ചെയ്യണത് ആരോടാണ് ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അവിടെ മുമ്പിൽ ഞാൻ ബേസിക്സ് ഉള്ള ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് എൻ്റെ അവകാശം നീയാണ്, എൻ്റെ ഡിഗ്രി അല്ല എൻ്റെ അവകാശം. The Lord God is my portion and cup എന്ന് പറയണത് എന്താണ്? അത് ചങ്കി പറയണതാണ്. എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് വേറെ അവകാശമില്ല. ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, ഞാനാണ് നിൻ്റെ അവകാശം എന്ന് പറയത്തില്ലേ? ദൈവമാണ് എൻ്റെ അവകാശമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പുകൊണ്ട് ഈ വിഷയം. അത് വിശ്വാസപ്രയോഗമാണ്, വിശ്വാസം പ്രയോഗിക്കുകയാണ്. എന്താ സംഭവിച്ചാൽ മാതാവ് ഒരു കളി ഇതിനകത്ത് കളിക്കും. അമ്മ ഭയങ്കര സംഭവമാണ്. അമ്മ എന്നാ ചോദിച്ചത്? ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും. അതാണ് രസം. ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും, ഇവളുടെ പാനലിൽ. നമ്മൾ റിസൾട്ട് വരുമ്പോഴുണ്ട് ഇവൾക്ക് അതിൻ്റെ അഡ്മിഷൻ കിട്ടും. അതായത് അമ്മയ്ക്കറിയാം. അതായത് ദൈവത്തിൻ്റെ ധാരണയെന്ന് പറഞ്ഞത് നമ്മളുടെ ധാരണയല്ല. ഒരു കാര്യം എങ്ങനെയാണ് മൊബിലൈസ് ചെയ്യണമെന്ന് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. നിനക്ക് വേണ്ടി നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാത്ത സംഭവങ്ങൾ ദൈവം, അതാണ് നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ ഉത്തരം, സമാധാനം നിങ്ങളുടെ ചിന്തകളെ അതിലംഘിക്കുന്ന പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതായത് ദൈവം ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെച്ച് കൊടുക്കും, അതോടുകൂടി എല്ലാം സെറ്റാവും, ഇവിടെ ഓക്കെ ആവും, ഇവിടെ അഡ്മിഷൻ കിട്ടും. ദാറ്റ് മീൻസ് വിശ്വാസം പ്രയോഗിക്കുന്ന രീതികളാണ്. ആ വിശ്വാസം പ്രയോഗിക്കേണ്ട സമയത്ത് അതിനൊക്കെ എൻ്റെ മക്കളെ ഉടമ്പടി ഇപ്പം തന്നെ പഴയ ഉടമ്പടി പുസ്തകം 300 പേജാണ്. ഇനി ഇത് റിവൈസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് വോളിയം 200 പേജ് വേറെ വരും. കാര്യം അത്ര കണ്ട് പഠിക്കേണ്ട സംഭവമാണിത്. കാര്യം നമ്മൾ ആ പുസ്തകം എഴുതുമ്പോൾ ഇത്രയും വലിയ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് ഉടമ്പടിയിൽ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ ഉടമ്പടി പ്രയോഗിച്ചതിൻ്റെ അനുഭവശാസ്ത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് ഇവർ പ്രയോഗിക്കണമെന്ന് നമുക്കറിയാം.
അതുകൊണ്ട് എപ്പോഴും ഓർക്കണത്, ഉപ്പ് എറിയുമ്പോൾ ഓർക്കണം, എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് ഭൂമി കർത്താവല്ലാതെ വേറെ അവകാശമില്ല. അതാണ് ഉപ്പിൻ്റെ പ്രയോഗം, അതാണ് വിശ്വാസ പ്രയോഗം. കൈയിട്ടിച്ച് കർത്താവിനെ ചൊല്ലി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഹാളിലുള്ള തീർത്ഥാടന ഉടമ്പടിയായിട്ട് വന്നിട്ടുള്ളവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് രോഗമുള്ള അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിച്ച് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അപ്പോൾ ശരീരത്തിൽ മാറി മാറി കൈകളെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ നിൽക്കണം. നിങ്ങൾക്ക് രോഗങ്ങളില്ലെങ്കിൽ രോഗമുള്ള നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ അടുപ്പക്കാരും അവരെ ഓർത്തിട്ട് അവരുടെ രോഗാതീതമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ശരീരത്തിൻ്റെ അവസ്ഥകളെ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഉദരത്തിലാണെങ്കിൽ ഉദരത്തിൽ, നെഞ്ചിലോ കഴുത്തിലോ എവിടെയാണ് അവരുടെ രോഗം അവിടെ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നവരെ നിങ്ങളെ സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ദൈവം നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ, നിന്റെ വിശുദ്ധമായ തിരുമുറുപാർന്ന വലതുകരം മക്കളുടെ ശിരസ്സിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ആമാശയത്തിലും അണ്ടാശയങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ഈശോ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ രക്തധമനികളിലെ ക്യാൻസർ കോശങ്ങൾ, സിസ്റ്റുള്ളവരെല്ലാം കർത്താവിൻ്റെ രക്തം, കരളിൽ വേദനയുള്ളവർ, കരൾ രോഗമുള്ളവർ, കിഡ്നി രോഗികൾ, കിഡ്നി ചുരുങ്ങുന്നവർ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവ് സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ, പിൻകഴുത്തിന് വേദനയുള്ള, കണ്ണിന് കാഴ്ചക്കുറവുള്ള, അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കൈ സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാതെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മക്കളില്ലാത്തവർ, കർത്താവ് ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ എല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥിവേദനയുള്ള, അസ്ഥിക്ക് മുഴയുള്ളവരെ എല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ. 36 വർഷം അടുപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സകല വ്യാധികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പ്രിയമക്കളെ, ജോലിയില്ലാത്തവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, വീട് ഉറഞ്ഞു വീണിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ, വീട് പൊളിച്ചു പണിയേണ്ട അംഗങ്ങളുടെ എണ്ണവും കുഞ്ഞുങ്ങളുടെ പ്രായവും കഴിഞ്ഞപ്പോൾ വീട് പൊളിച്ചു പണിയാതെ നിവൃത്തിയില്ലാത്തവർ, ഇതുപോലെ വെള്ളക്കയറ്റമുള്ള വീട്, ജീവിത സാഹചര്യങ്ങൾ അവിടെ സമാധാനത്തെ പൊറുക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സാമ്പത്തികമായ കടങ്ങൾ, വരുമാന മാർഗമില്ലാത്തവർ, കടങ്ങളും പലിശ കയറ്റവും, മറ്റ് അന്യാധീനപ്പെട്ടു പോയ സമ്പത്ത്,
അതിനെൻ്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കിട്ടാത്തവർ, അതുപോലെ തന്നെ വാടകയ്ക്ക് ഒഴിഞ്ഞു പോകാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പ്രൊഫഷണൽ പരീക്ഷയായാലും അക്കാഡമിക് പരീക്ഷയായാലും സ്കൂൾ പരീക്ഷയായാലും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർ, തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവർ, അവർക്ക് വർഷങ്ങളായി വിദേശം ജയിലിൽ കിടക്കുന്നവർ, ജോലിയില്ലാത്ത വിദേശത്ത് കുടുങ്ങിപ്പോയവർ, വിസയിൽ തട്ടിപ്പിൽപ്പെട്ടിരിക്കുന്നവർ, പണം നഷ്ടപ്പെട്ടു പോയവർ, സാങ്കേതിക രേഖയില്ലാത്തവർ, പഠനം നിന്ന് പോയവർ, പല യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പഠിക്കാൻ പോയവർക്ക് പഠനം നിന്ന് പോയവർ, മറ്റു രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, രാജ്യങ്ങൾ മാറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, പല രേഖകൾ കിട്ടാത്തവർ, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് വരുമാന മാർഗമില്ലാത്തവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിവാഹ മോചനം നേടാൻ വേണ്ടി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, എല്ലാം ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ, ദൈവിക നാമത്തിൽ നിന്റെ തടസ്സങ്ങളും ദോഷങ്ങളും ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സാക്ഷികളായി ഇരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നീക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അച്ഛൻ എന്തെങ്കിലും പ്രാർത്ഥന വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ, ഇപ്പോൾ നിങ്ങൾ മൗനമായി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ കണ്ണീരോടെ തീർത്ഥാടന ഉടമ്പടിയായിട്ട് ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും മുട്ടയിൽ നിന്ന് മൗനമായി നിങ്ങളുടെ ജീവിതാവസ്ഥകൾക്കും ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം മൗനമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിസ്ഥിതി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മളിപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ അൾത്താരയിൽ ഇറക്കി വയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ